പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്നു. ആ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങൾ ദൈവം പരിഗണിക്കും. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. രോഗാവസ്ഥയിൽ വളരെയേറെ വേദനിക്കുന്ന വിഷമിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുണ്ട്. ഞങ്ങളവരെല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരിക്കാതെ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾ, അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ നേരിടുന്നവർ, കിട്ടാനുള്ള പണം കിട്ടാതെ വിഷമിക്കുന്നവർ, ജീവിതത്തിൽ പല മേഖലയിലും തടസ്സങ്ങൾ നേരിടുന്നവർ, അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യമാണ് ഇതിനെല്ലാം പരിഹാരമെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ അല്പസമയം സ്വതന്ത്രമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ നേരെ അവിടുന്ന് മുഖം തിരിക്കണമേ. ഈശോയെ, ആ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ്, ദൈവകരുണയുടെ മണിക്കൂറാണ്. ഈ മണിക്കൂറിൻ്റെ എല്ലാ നന്മകളും സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ, നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിരിക്കാം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും ആ കരുണ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ്. 2 ദിനവൃത്താന്തം അതിൻ്റെ 36-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. 2 ദിനവൃത്താന്തം 36-15. അവിടെ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്ന, അല്ലെങ്കിൽ അത് ഏതെല്ലാം വിധത്തിൽ അത് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടെ കൂടെ ദൈവം ദൂതരെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. അതവർക്ക് മാർഗനിർദ്ദേശം നൽകി, സംരക്ഷണം നൽകി, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിറവേറുന്നത് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. ഹാഗാറും ഇസ്മായേലും അവരൊരു പ്രതികൂല സാഹചര്യത്തിലായിരുന്നു, മരണം മുന്നിൽ കാണുകയാണ്. ആ സാഹചര്യത്തിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്തൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദൂതനെ സ്വർഗത്തിൽ നിന്ന് അയച്ചു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുതൽ, അതെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ദൂതനെ ദൈവം അയച്ചത്. അമ്മയ്ക്കും കുഞ്ഞിനും ദൈവിക സംരക്ഷണം ഉണ്ടായി. കർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അതിനെ അങ്ങനെ അവരോട് കരുണ കാണിക്കാനും അവരോട് ദയ തോന്നാനും ഒക്കെ അത് സാധിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തിനെതിരെയോ അവൻ്റെ കുടുംബത്തിനെതിരെയോ ഒന്നും ഹാഗാർ ഒരു വാക്കുപോലും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല. അവൾക്കുണ്ടായ സഹനങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരെ രക്ഷിക്കാൻ ദൈവം ദൂതനെ അയക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. ഇതുപോലെ ഇസ്രായേൽക്കാർക്ക് ദൈവം കൂടെ കൂടെ ദൂതനെ അയച്ചുകൊണ്ടിരുന്നു. അവരെ ദൈവം എത്രമാത്രം കരുതി എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് മോശയുടെ പക്കൽ ദൈവം വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽക്കാരുടെ ദീനരോധനം ഞാൻ കേട്ടു.
അവരുടെ ദുരിതങ്ങൾ ഞാൻ കണ്ടു. എവിടെയാ? ഈജിപ്തിലെ അവരുടെ ദുരിതങ്ങൾ ഞാൻ കാണുന്നു. അവരുടെ ദീനരോദനം ഞാൻ കേൾക്കുന്നു. അവര് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അത് കേട്ടിട്ട് ദൈവം പറയാണ്, നീ പോണം മോശെ, നീ പോണം. നീ പോയിട്ട് ഈ അവസ്ഥയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. എത്രയോ പ്രാവശ്യം ഫറവോയുടെ അടുത്ത് മോശ എന്ന് പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ആ ദൈവത്തിൻ്റെ ജനത്തെ വിട്ടുതരണം. അവരെ നീ ദൈവത്തെ ആരാധിക്കുന്നതിന് വിട്ടുകൊടുക്കണം. പല പ്രാവശ്യം അവന് വിട്ടുകൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ്റെ ഹൃദയം കഠിനമായതും അവനീ പറഞ്ഞതൊക്കെ നിരസിക്കുന്നതും നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. എന്തായിരുന്നാലും ഒരു കാര്യം സത്യം, ദൈവം അലിവുള്ള ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്. ഇവിടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ കൂടി എടുക്കാം. ഈ കരുണയെക്കുറിച്ച് വർണ്ണിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, പിതാവായ ദൈവത്തിൻ്റെ കരുണ, പുത്രനായ യേശുവിൻ്റെ കരുണ, ഇതെല്ലാം വർണ്ണിക്കുന്ന ചില വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. സങ്കീർത്തനം 69 16 വചനം. സങ്കീർത്തനം 69:16 നമ്മൾ വായിക്കുന്നു, ദൈവം കരുണാസമ്പന്നായ ദൈവമാണ്, കാരുണ്യവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവകരുണയ്ക്ക് നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒരു കുറവും വരില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സങ്കീർത്തനം 103 8 വചനം എടുത്താലോ, അവിടെ പറഞ്ഞിരിക്കുന്നത്, ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് നമ്മുടെ ദൈവം. ഇവിടെ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആർദ്രഹൃദയൻ, കാരുണ്യവാൻ. അതുകൊണ്ട് സ്നേഹം കിട്ടാൻ നമ്മൾ തിരിയേണ്ടത് ദൈവത്തിലേക്കാണ്, കരുണ ലഭിക്കാൻ നമ്മൾ തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. കാരണം ഇതിൻ്റെ എല്ലാം ഉറവിടം ദൈവം തന്നെയാണെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ കൂടി എടുത്താൽ, പിതാവായ ദൈവം എത്ര കാരുണ്യപൂർവ്വം പെരുമാറി ഇസ്രായേൽ ജനത്തോടും അതുപോലെ തന്നെ മറ്റു പലരോടും ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനം 12 അധ്യായത്തിൻ്റെ 13 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. അപ്പം അതുകൊണ്ട് കരുണ കിട്ടാൻ നമ്മൾ തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. കരുണയുള്ളവരുടെ അടുത്ത് ചെന്നാലല്ല കരുണ കിട്ടുക. കരുണയില്ലാത്തവരുടെ അടുത്തേക്ക് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പോയിട്ട് എന്ത് കാര്യം? സഹായിക്കാൻ പറ്റുന്ന വ്യക്തികളുടെ അടുത്തേക്ക്, അതിനുള്ള സാമ്പത്തികവും മനസ്സുമുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ ചെന്നാലേ അങ്ങനെ ഒരു സഹായം നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഒന്നുമില്ലാത്തവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് സഹായം തേടിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കാൻ പഠിക്കണം. മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കാൻ പഠിച്ചവർക്ക് സ്നേഹത്തിനോ കരുണയ്ക്കോ ഒരിക്കലും ഒരു കുറവുണ്ടാകത്തില്ല. കാരണം ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യായുടെ പുസ്തകം 54 അധ്യായം 7 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കരുണ മഹാകരുണയാണ്, ചെറുതൊന്നുമല്ല. നമ്മളോട് കരുണ കാണിച്ചിട്ടുള്ള പല വ്യക്തികൾ വേണേ ഏതെങ്കിലും സമയത്ത് ഇച്ചിരി പണം തന്ന് നമ്മളെ സഹായിച്ചവരായിരിക്കാം, അങ്ങനെയുള്ള പലരെയും കണ്ടെത്തു വരും. പക്ഷേ ഇങ്ങനെ ഒരു കരുണ അവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വേണേ 3 പ്രാവശ്യം സഹായം തന്നവര് 4ാമത്തെ പ്രാവശ്യം ഇനി എനിക്ക് പറ്റില്ല എന്ന് വേണേൽ പറഞ്ഞേക്കാം. ദൈവത്തിൻ്റെ കരുണ മഹാകരുണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മക്കബായർ 6 അധ്യായം 16 വചനം. 2 മക്കബായർ 6:16 നമ്മൾ വായിക്കുന്നത്, ദൈവം തൻ്റെ കരുണ ഒരിക്കലും പിൻവലിക്കില്ല. മനുഷ്യർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം നാളെ ഉണ്ടാവണമെന്നില്ല. മനുഷ്യർ നമ്മളോട് കാണിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തരുന്ന പ്രശംസ നാളെയും അതുണ്ടാകണമെന്നില്ല. ഇന്ന് വാനോളം ഉയർത്തുന്നവർ നാളെ ചിലപ്പോൾ നമ്മളെ താഴേക്ക് പടുകുഴിയിലേക്ക് എറിഞ്ഞെന്ന് വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമുക്ക് വിശ്വസിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കാം. ആ ഒരു കരുണ നമ്മൾ ആ കരുണയിൽ പ്രത്യാശ അർപ്പിച്ചവരെ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത്
കർത്താവിൻ്റെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 103:11 36:5 മുതൽ 7 വരെയുള്ള വചനഭാഗം എടുത്താൽ പിതാവായ ദൈവത്തിൻ്റെ മഹാകരുണയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ്. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അവർ സൂചിപ്പിക്കാറുണ്ട് എത്ര അടി ഉയരത്തിലാണ് ഈ ഫ്ലൈറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആകാശത്തോളം ഉയർന്നതെന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നതാണ്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഭൂമി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഇതെല്ലാം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്, വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 36:7 വചനമെടുത്താൽ ദൈവത്തിൻ്റെ കരുണ എത്ര അമൂല്യം. മറ്റു പലതും വിലപ്പെട്ടതായിട്ട് നമ്മളൊക്കെ കാണാറുണ്ട്. എന്നാൽ അത്രയും പോലും വില ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ കൊടുക്കുന്നുമില്ലായിരിക്കാം. അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അത് നമ്മൾ ചെയ്യുന്നത് ബുദ്ധിമോശമാണ്. ദൈവത്തിൻ്റെ കരുണയാണ് അമൂല്യമായിട്ടുള്ള ഒന്ന്. അതിൻ്റെ വില മറ്റൊന്നിനും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവർക്ക് ദൈവത്തിലേക്ക് തിരിയാനും ദൈവകരുണ പ്രാപിക്കാനും സാധിക്കും. യേശുവിനെ കുറിച്ചും നമുക്കറിയാലോ, ദൈവം മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചതാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ യേശുവിലേക്ക് നോക്കിയാൽ തൻ്റെ ജീവിതം കൊണ്ടും പഠനങ്ങൾ കൊണ്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ കാരുണ്യവാനായ ദൈവമാണ്, അലിവുള്ള ദൈവമാണ് എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം. മർക്കോസ് 2:17 വായിച്ചാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരോഗ്യവാന്മാർക്കല്ല ഡോക്ടറെ വേണ്ടത്, രോഗികൾക്കാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ വന്നത് പാപികളെ തേടിയാണ്. പാപികളോട് കരുണയുള്ള ദൈവമാണ് നമ്മുടെ യേശു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ 6:30 മുതൽ വായിക്കുമ്പോൾ ദൈവം അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു രംഗമാണ്. യോഹന്നാൻ 6:30 മുതൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ജനത്തോട്, ദൈവജനത്തോട് അലിവ് തോന്നിയ ദൈവം. അവിടെ അവര് ഭക്ഷണമില്ലാതെ മറ്റു പല പ്രതികൂല സാഹചര്യങ്ങൾ അതിലൂടെയെല്ലാം വിഷമിക്കുന്നത് കണ്ടിട്ട് അവരോട് ദൈവത്തിന്, യേശുവിന് അലിവ് തോന്നി. അവർക്ക് ഭക്ഷണം കൊടുത്തേ വിടാൻ പറ്റൂ എന്ന് നിർബന്ധം പറയുന്ന യേശുവിനെ കാണാൻ പറ്റും. ശിഷ്യന്മാർ തപ്പി പിടിച്ചു കൊണ്ടുവന്ന് ആ ഏതാനും അപ്പവും മീനും കർത്താവ് ആശീർവദിച്ചു കഴിഞ്ഞപ്പോൾ ആയിരങ്ങൾക്കത് ഭക്ഷണമായി മാറി എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. മത്തായി 6:34 വായിച്ചാൽ പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രത്യേക സാഹചര്യം. ജനത്തിന് ഒരിടയനില്ലാത്തതുപോലത്തെ ഒരവസ്ഥ. കർത്താവ് പറഞ്ഞു, ഇവര് ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. എനിക്ക് അവരോട് അലിവ് തോന്നുന്നു, കരുണ തോന്നുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദൈവത്തെ നമ്മൾ അറിഞ്ഞാൽ ദൈവകരുണ എവിടെയാണ്, ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉറവിടത്തിലേക്ക് എത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും ദൈവകരുണ പ്രാപിക്കാനും നമുക്ക് സാധിക്കും. ഈ തിരിച്ചറിവില്ലാത്ത മറ്റൊത്തിരി പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവരും അറിയേണ്ടത് അറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ച് അവരുടെ ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എൽത്താരയിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ അവിടുന്ന് കൈക്കൊണ്ട് അവിടുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുത്തെ കാരുണ്യത്താൽ നിറയ്ക്കുവാൻ തിരുമനസ്സാകണമേ. സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നിയോഗങ്ങൾ നിറവേറ്റി തരുന്നത് കണ്ട് അതിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.